ഒട്ടും ആഡംബരമില്ലാതെ വെറും രണ്ടേ രണ്ട് ഐറ്റം കൊണ്ട് ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അങ്ങനെയുള്ള ഒരു കറിയാട്ടോ ഇത്. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്തേണ്ട ഐറ്റം കേട്ടോ. ഇതാണെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല, ഈ ഒരൊറ്റ കറി മതി ചോറ് കഴിക്കാൻ. എന്നാൽ പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഒരു 5 മിനിറ്റ് പോലും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാവും. ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നവരെയും ഒന്ന് വഴറ്റിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ റെഡിയാവും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാ, കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. ഈ പരുവൊക്കെ എത്തുമ്പോഴേക്കും ഇതിപ്പോ അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടേ ഉള്ളൂ, ഈ പരുവൊക്കെ മതിയാവും. ഇനി ഈ പരുവം എത്തുമ്പോഴേക്കും നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയും വഴറ്റിയെടുക്കാം. ആ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെക്കണം, മറക്കരുത്. അപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ആ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നവരെ വഴറ്റിയെടുത്താൽ. ഇപ്പൊ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിന്റെ മെയിൻ ഐറ്റം ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ തൈര് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിക്കണം, അല്ലെങ്കിൽ ഈ തൈര് അങ്ങ് പിരിഞ്ഞു പോകും. പിന്നെ ഈ തൈരിൽ വെള്ളം ഒന്നും ചേർക്കണ്ട, അതുപോലെ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ലൊരു രുചി കിട്ടുന്നത്. പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനോ ഇതൊന്നുമല്ല മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ സൈഡിലൊരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലായിട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.